അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി നഹൂം പ്രവചനം 1-ാം അധ്യായം 7-ാം വാക്യം നമുക്ക് വായിക്കാം. യഹോവ നല്ലവനും കഷ്ടദിവസത്തിൽ ശരണവുമാകുന്നു, തങ്കൽ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു. അനുഗ്രഹിക്കപ്പെട്ട വേദവാക്യമാണ് നാം കേട്ടത്. ഈ വാക്യത്തിൽ യഹോവ നല്ലവനാണ് എന്ന് നാം കേട്ടു. എപ്പോഴാണ് യഹോവ നല്ലവനാണെന്ന് പ്രവാചകൻ പറഞ്ഞതെന്ന് നമുക്ക് നോക്കാം. അശ്ശൂർ രാജ്യത്തിൻ്റെ തലസ്ഥാനമായ നിനവയെക്കുറിച്ചുള്ള പ്രവചനമാണല്ലോ നഹൂം എന്ന പ്രവാചകൻ നടത്തുന്നത്. 10 ഗോത്രം അടങ്ങുന്ന ഇസ്രയേൽ രാഷ്ട്രത്തെ അടിമകളാക്കി കൊണ്ടുപോയി വളരെ പീഡിപ്പിച്ച നിനവക്കാർക്കെതിരെയുള്ള ദൈവകോപം വെളിപ്പെടുമ്പോൾ പ്രവാചകൻ പറയുകയാണ് യഹോവ നല്ലവനെന്ന്. നമ്മെ ദ്രോഹിക്കുന്നവരെ ദൈവം ന്യായം വിധിക്കുന്നത് കൊണ്ടല്ല ദൈവം നല്ലവനാണെന്ന് നാം പറയേണ്ടത്. പിന്നെയോ ദൈവം ദോഷമായിട്ടൊന്നും നമ്മോട് ചെയ്യുകയില്ല, അതുകൊണ്ട് ദൈവം നല്ലവൻ ആണ്. നാം നടക്കേണ്ടുന്ന വഴി അവൻ നമുക്ക് കാണിച്ചു തരും. ആ വഴിയിൽ കൂടി നാം നടക്കുകയാണെങ്കിൽ നിശ്ചയമായും നാം ലക്ഷ്യത്തിൽ എത്തിച്ചേരും. കർത്താവിൻ്റെ വഴിയിൽ വചനം അനുസരിച്ചുകൊണ്ട് നാം ജീവിച്ചാൽ എല്ലാ മേഖലകളിലും കർത്താവ് നമുക്ക് സംരക്ഷണ വലയം തീർക്കും. ആ യാഥാർത്ഥ്യം യോബിൻ്റെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. നീ യോബിന് ചുറ്റും വേലി കെട്ടിയിരിക്കുന്നു എന്ന് പിശാച് യഹോവയായ ദൈവത്തോട് പറയുകയാണ്. വേലിക്ക് പകരം മതിലായിരുന്നെങ്കിൽ ശത്രുവിനെ നമുക്ക് കാണുവാൻ കഴിയുകയില്ല. എന്നാൽ ദൈവം നമുക്ക് ചുറ്റും വേലിയാണ് കെട്ടിയിരിക്കുന്നത്. മേഘം ഇസ്രായേൽ മക്കളുടെ തലയ്ക്ക് മുകളിൽ ഉള്ളപ്പോൾ അവർക്ക് ദാഹിക്കുകയില്ല. എന്നാൽ മേഘത്തിന് കീഴിൽ നിന്നും പുറത്ത് കിടക്കുന്നവർക്ക് നന്നായി ദാഹിക്കും എന്നതുപോലെ ദൈവം കെട്ടിയിട്ടുള്ള വേലിക്കെട്ടിനുള്ളിൽ വസിച്ചാൽ അവിടെ നമുക്ക് സംരക്ഷണം ഉറപ്പാണ്. ദൈവം നമുക്ക് കെട്ടിയിരിക്കുന്ന വേലിക്കെട്ടാണ് ന്യായപ്രമാണം. ന്യായപ്രമാണം അനുസരിക്കുന്ന പക്ഷം നമുക്ക് സംരക്ഷണം ഉറപ്പാണ്. ഒരിക്കൽ പറഞ്ഞതാണെങ്കിലും കേൾക്കാത്തവർക്കായി ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്. ഡൽഹിയിൽ താമസിക്കുന്ന സമയത്ത് രാവിലെ നടക്കുവാൻ പോയപ്പോൾ 2 നാടൻ പട്ടികൾ എൻ്റെ നേരെ ഓടി വരുന്നത് കണ്ടു. അല്പം മുൻകരുതൽ ഞാൻ എടുത്തിരുന്നു. എൻ്റെ അടുത്തെത്തിയ 2 പട്ടികളും സഡൻ ബ്രേക്ക് ചെയ്ത് നിന്നു. ഞാൻ ചിന്തിച്ചു, എൻ്റെ നേരെയാണ് ആ പട്ടികൾ വരുന്നതെന്ന്. എന്നാൽ ഓട്ടം നിർത്തിയ പട്ടികൾ നോക്കുന്നത് എന്നെയല്ല എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പുറകോട്ട് പട്ടികൾ നോക്കുന്ന ഇടത്തേക്ക് തന്നെ നോക്കിയപ്പോൾ പൊക്കം കുറഞ്ഞ ഇനത്തിൽപ്പെട്ട ഒരു പട്ടി നടന്നു നീങ്ങുന്നത് കണ്ടു. ആ പട്ടിയെ കടിച്ചു കുടയുന്നതിന് വേണ്ടിയാണ് 2 പട്ടികൾ ഓടി വന്നത്. എന്നാൽ ഇടയ്ക്ക് വെച്ച് 2 പട്ടികളും ഓട്ടം നിർത്തിയതിന് കാരണം എന്താണെന്ന് ചിന്തിച്ച് ഞാൻ പട്ടികൾ നോക്കുന്ന ദിശയിൽ നോക്കിയപ്പോൾ കൊച്ചു പട്ടിയുടെ കഴുത്തിൽ നിന്നും ഒരു ചങ്ങല ബലിഷ്ഠനായ ഒരാളുടെ കയ്യിലേക്ക് പോയിരുന്നു. തന്നെയുമല്ല, രോഗദൃഢഗാത്രനായ ആ മനുഷ്യൻ്റെ കയ്യിൽ സാമാന്യം ബലമുള്ള ഒരു വടിയും ഈ പട്ടികൾ കണ്ടു. ബുദ്ധിയുള്ള പട്ടികൾ അവരുടെ ഉദ്യമത്തിൽ നിന്നും പിന്തിരിയുവാൻ മുഖാന്തരമായി തീർന്നത് ആ പട്ടികളുടെ മുന്നിൽ യാത്ര ചെയ്തിരുന്ന കൊച്ചു പട്ടിയുടെ കഴുത്തിലെ ചങ്ങലയും അതിൻ്റെ യജമാനൻ്റെ കയ്യിലെ വടിയുമായിരുന്നു. കണ്ട ഒരു സംഭവം ഞാനിവിടെ പ്രസ്താവിച്ചു എന്നേ ഉള്ളൂ. അതിൽ നിന്നും ദൈവം എനിക്ക് തന്ന സന്ദേശം എന്തെന്നാൽ, ദൈവത്തിൻ്റെ പ്രമാണം ഒരു ചങ്ങലയായി സങ്കല്പിക്കാമെങ്കിൽ നാം ആ പ്രമാണം അനുസരിക്കുമ്പോൾ പ്രമാണത്താൽ നമ്മെ ദൈവം ബന്ധിക്കുന്നു. പിന്നെ നമുക്ക് പ്രമാണം അനുവദിക്കുന്ന മേഖലകളിൽ മാത്രമേ പോകുവാൻ കഴിയൂ. ആ മേഖലകളിൽ നമ്മുടെ യജമാനൻ ചങ്ങലയും പിടിച്ച് നമ്മോട് കൂടെ ഉണ്ടാകും. ഒരിക്കലും ഒരു ശത്രുവിനെയും നമുക്ക് പേടിക്കേണ്ടി വരികയുമില്ല. കാരണം ശത്രുവിന് ദൈവത്തെ കാണുവാൻ കഴിയും. ആ സമയങ്ങളിലെല്ലാം ദൈവം നമുക്ക് നല്ലവനായിരിക്കും. എന്നാൽ നാം ആ പ്രമാണം ലംഘിച്ച് നമുക്ക് ബോധിച്ച വഴിയിൽ നടക്കുമ്പോൾ ശത്രു നമ്മെ പിടികൂടുന്നു. നമുക്ക് പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും വന്ന് ചേരുന്നു. നാം ഓർക്കണം, ആ സമയത്തും ദൈവം നല്ലവനായി തന്നെ തുടരുന്നു. കാരണം ദൈവത്തിൻ്റെ കുഴപ്പം കൊണ്ടല്ല നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുന്നത്. പിന്നെയോ നാം പ്രമാണം വിട്ടുപോയ കാര്യം നാം പോലും അറിഞ്ഞില്ല എന്നുള്ളത് കൊണ്ടാണ്. ദൈവം നല്ലവനാണ് എന്ന് പറയുവാൻ എളുപ്പമാണ്. ഒരു നല്ല ജോലി ലഭിക്കുന്നു,
നല്ല ശമ്പളമുണ്ട്, ബഹുമാനം ലഭിക്കുന്ന ജോലിയാണ്. ഈ സമയത്ത് നാം പറയും ദൈവം നല്ലവനാണ് എന്ന്. എന്നാൽ കാര്യങ്ങളെല്ലാം മാറി മറിഞ്ഞു. ഒരു ദിവസം തന്നെ 10 മക്കളും മരിച്ച് 10 ശവപ്പെട്ടി വീട്ടിൽ വന്നു. കൃഷി നശിച്ചു. ആകാശത്തു നിന്നും തീ വീണ് കൃഷി നശിച്ചു. കന്നുകാലിക്കൂട്ടങ്ങളെ ശബയാർ കൊണ്ടുപോയി. ഈ സമയത്ത് പ്രിയ ഇയ്യോബെ പറയുവാൻ കഴിയുമോ ദൈവം നല്ലവനാണ് എന്ന്? ഇയ്യോബ് പറയുന്നത് കഴിയുമെന്നാണ്. കാരണം ഇയ്യോബിന് ദൈവത്തെ നന്നായിട്ട് അറിയാം. തുടർന്ന് തൻ്റെ ശരീരം പുഴുവരിച്ചു. ഓട്ടിൻ കഷ്ണം കൊണ്ട് കടിച്ചു കാരുന്ന പുഴുക്കളെ തള്ളിച്ചാടിക്കുന്നു. ചിന്തിക്കുവാൻ കഴിയുമോ ഇയ്യോബിൻ്റെ വ്യത? കഴിയുമോ ഇയ്യോബെ ഇപ്പോഴും ദൈവം നല്ലവനാണെന്ന് പറയുവാൻ? ഇയ്യോബ് പറയും, അതെ, അവൻ നല്ലവനാണ്. കാരണം എൻ്റെ ദേഹം ഇങ്ങനെ ക്ഷയിച്ചു പോയതിന് ശേഷം വീണ്ടും ഞാൻ ദേഹസഹിതനായി തന്നെ അവനെ കാണും എന്ന് ഇയ്യോബ് പറയും. ഇയ്യോബ് പറഞ്ഞു. അതെ, ചില പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നത് എന്തിനാണെന്ന് നമുക്ക് മനസ്സിലാവുകയില്ല. എന്നാൽ നാം എപ്പോഴും മനസ്സിലാക്കണം, കഷ്ടങ്ങളാൽ തികഞ്ഞവനാണ് നമ്മുടെ കർത്താവെന്ന്. എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവം അറിയാതെയല്ല എന്നും, അത് സംഭവിച്ചാലും ദൈവം അത് നമുക്ക് നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കും എന്നും നാം മനസ്സിലാക്കണം. നല്ലതെന്ന് നമുക്ക് തോന്നുന്ന ചില മേഖലകളിലേക്ക് നാം കടന്നു പോകുമ്പോൾ നമ്മുടെ ആത്മീയ ജീവൻ നഷ്ടപ്പെടുവാൻ സാധ്യതയുള്ള കെണികൾ അവിടെ ഉണ്ടെങ്കിൽ, സാത്താൻ്റെ കെണിയിൽ നാം അകപ്പെട്ട് നിത്യനാശത്തിൽ വീണ് നാം എന്നേക്ക് നഷ്ടപ്പെടാതിരിക്കുവാൻ ചിലപ്പോൾ ചില പ്രതിസന്ധികൾ ദൈവം മനസ്സോടെ അല്ലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നു. ആ സമയത്തും നാം പറയണം യഹോവ നല്ലവൻ എന്ന്. അതെ, ആശ്രയിക്കുവാൻ കൊള്ളാകുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. കഷ്ടത നമ്മുടെ ജീവിതത്തിൽ വന്നാലും നാം ഓർക്കണം, കഷ്ടങ്ങളിൽ അവൻ നമുക്ക് ഏറ്റവും അടുത്ത തുണയാണെന്ന്. ഏതെല്ലാം സ്നേഹിതർ നമ്മെ കൈവിട്ടാലും ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് അരുളി ചെയ്ത ആ കർത്താവിനെ നാം എപ്പോഴും ഓർക്കണം. അവൻ നല്ലവനാണ്, കഷ്ടത്തിൽ ഏറ്റവും അടുത്ത തുണയാണ്. അവൻ്റെ ദയ അഥവാ അവൻ്റെ സ്നേഹം എന്നേക്കും ഉള്ളതാണ്. വറ്റിപ്പോകാത്ത സ്നേഹത്തിൻ്റെ ഉറവിടമാണ് കർത്താവ് യേശു ക്രിസ്തു. അവൻ്റെ വിശ്വസ്തത തലമുറയോളം നമ്മെ പിന്തുടരുന്നതാണ്. ആകയാൽ നമുക്ക് അവൻ്റെ വചനം പ്രമാണിച്ചുകൊണ്ട് അവൻ്റെ സ്നേഹത്തിൽ വസിക്കാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ രോഗത്താൽ ഭാരപ്പെടുന്നുവെങ്കിൽ അങ്ങ് രോഗസൗഖ്യം കൊടുക്കണമേ. കുഞ്ഞുങ്ങളെ സംരക്ഷിക്കണമേ. വഴിതെറ്റിപ്പോകുവാനിടവരാതെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സംരക്ഷണം കർത്താവ് കൊടുക്കണമേ. അങ്ങയുടെ വേലിക്കെട്ടാകുന്ന ന്യായപ്രമാണം കർത്താവെ അനുസരിച്ചുകൊണ്ട് ആ ന്യായപ്രമാണത്തിൽ വസിക്കുവാൻ, അങ്ങയുടെ സ്നേഹത്തിൽ വസിക്കുവാൻ അടിയനെ കേൾക്കുന്ന അങ്ങയുടെ മക്കളെ സഹായിക്കണമേ. സ്വന്തമായി വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഓർമ്മശക്തിയും കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.